welcome back to our channel Food&Travel. അപ്പോൾ എനിക്ക് ഇന്ന് ബിരിയാണി കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ പോയി പറഞ്ഞു. അപ്പോൾ ഉമ്മ എനിക്കത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ആ റെസിപ്പി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങൾ വ്ളോഗുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്ന് മോളുടെ ആഗ്രഹപ്രകാരം അവൾക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 7-8 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ്. ഇതുപോലെ ആക്കിയെടുക്കണം. ഇതിൽ കുറച്ച് കൂടുതൽ ടൈം വേണ്ടത് സവാള ഒന്ന് വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ മറ്റുള്ളതിനൊക്കെ കുറച്ച് സമയം മതിയാവും. അപ്പോൾ നന്നായിട്ട് സവാള വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വഴറ്റി വരട്ടെ. തക്കാളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണിക്ക് മസ്റ്റായിട്ടും ചെറിയുള്ളി പേസ്റ്റ് വേണം. അപ്പോഴാണ് ഒരു നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ബിരിയാണിക്ക് കിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു പിടി മല്ലിയിലയും ഒരു 1/2 പിടി പുതിന ഇല ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ്റെ പീസ് വേവാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വിസിലിടാതെയാണ് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതാ 10 മിനിറ്റിന് ശേഷം തുറന്ന് ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും.
അപ്പോൾ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഹാഫ് വേവായിട്ടുണ്ട് ഇപ്പം തന്നെ ചിക്കന്. അപ്പോൾ ഇനി നമ്മൾക്ക് വെള്ളമൊഴിച്ച് തിളച്ച് അരിയിട്ട് ഉള്ള സമയമാകുമ്പോഴത്തേനും തന്നെ ഒരു ചിക്കൻ്റെ ഫുൾ വേവ് ആയിക്കോളും. ഇപ്പോൾ ഒരു ഹാഫ് വേവ് ആവുന്ന സമയത്ത് ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ ഗരം മസാല, പിന്നെ മുളക് പൊടി, ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഗരം മസാല ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് പട്ട, കരാമ്പു, ഏലക്ക മാത്രം ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇനി അതിലോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതിലേക്ക് ചേർത്തുന്ന ഇത്രയും പൊടികൾ മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ടൊരു നാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളം വറ്റി വരട്ടെ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്തും ഇപ്പോൾ തന്നെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിനി വെന്തതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ അരിയൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് വിസിലിട്ട് കൊടുക്കും. ഇനി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആവശ്യമുള്ളവർക്ക് മല്ലിയില, പുതിനയിലൊക്കെ ചേർത്താം. ഞാനത് കുറച്ച് കൂടുതൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അധികം മസാലയൊന്നും എരിവൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും ഈ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക്